ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇഗ്നോ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്റ്റഡി സെൻറ്റേഴ്സിൽ റെഗുലർ ക്ലാസ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇവിടെ സെൽഫ് സ്റ്റഡിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇനി നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഏതെങ്കിലും ട്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇഗ്നോ ലേർട്സും എജുഫിക്സ് അക്കാദമിയും ചേർന്നിട്ട് ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെ കുറഞ്ഞ ഫീസിലാണ് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. UG പ്രോഗ്രാമിന് 500 രൂപ പെർ സബ്ജക്റ്റ് പെർ ഇയറും PG പ്രോഗ്രാമിന് 700 രൂപ പെർ സബ്ജക്റ്റ് പെർ ഇയർ ആണ് വരുന്നത്. ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി നമ്മൾ ഇട്ടതാണ്. അതറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിനകത്ത് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ടൈം ആവുന്ന സമയത്ത് നമ്മൾ ആ ഗ്രൂപ്പിനകത്ത് ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇഗ്നോയ്ക്കകത്ത് ODL പ്രോഗ്രാം ഉണ്ട്, ഓൺലൈൻ പ്രോഗ്രാം ഉണ്ട്. ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ എന്താണ് ഡിഫറൻസ് എന്നൊക്കെ ഓൾറെഡി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ആ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ കാണാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇഗ്നോയ്ക്കകത്ത് ഓൺലൈൻ പ്രോഗ്രാമിൻ്റെ ലിസ്റ്റും അതിൻ്റെ ഫീസും ഡ്യൂറേഷൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ഇഗ്നോയുടെ ഓൺലൈൻ പ്രോഗ്രാമിൻ്റെ സൈറ്റ് വന്നിട്ടുള്ളത്. ഇത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പ്രോഗ്രാം ഇൻഫർമേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രോഗ്രാമിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. സാധാരണ നമുക്ക് ഓരോ സെഷനിലും പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഗ്രാമിൻ്റെ ലിസ്റ്റ് മാത്രമാണ് പ്രോഗ്രാം ഇൻഫർമേഷനിൽ കാണാറുള്ളൂ. പക്ഷേ ഇത്തവണ സൈറ്റിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഇതിനകത്ത് കാണുന്ന പല സബ്ജക്ട്സിനും നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നില്ല. കുറേ ഇഷ്യൂസ് ഉണ്ട്. കാരണം ചില പ്രോഗ്രാമൊക്കെ റിവൈസ് ചെയ്യുന്നതുകൊണ്ട് ചിലത് റിമൂവ് ആയിട്ടുണ്ട്, ചിലത് ഇപ്പോഴും അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അവിടെ കിടക്കുന്ന ചില പ്രോഗ്രാമിനൊന്നും നമുക്ക് അഡ്മിഷൻ എടുക്കാനും കാര്യങ്ങളൊന്നും പറ്റുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ട പ്രോഗ്രാം, ഇപ്പോൾ ബാച്ചലർ ഓഫ് ആർട്സ് ടൂറിസം സ്റ്റഡീസ് ആണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങൾ റീഡ് മോർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്രോഗ്രാമിനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഇവിടുന്ന് അറിയാൻ പറ്റും. ഇതിൻ്റെ മോഡ് എങ്ങനെയാണ്, ഓൺലൈൻ മോഡാണ്, ഏത് സ്കൂളിൻ്റെ അണ്ടറിലാണ് വരുന്നത്, ഡ്യൂറേഷൻ കാണിക്കുന്നത് 3 ഇയർ ആണ്, മീഡിയം ഇംഗ്ലീഷിലാണ് വരുന്നത്, സ്പെഷ്യലൈസേഷൻ ടൂറിസം സ്റ്റഡീസാണ്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ വരുന്നുണ്ട്, ഫീസ് സ്ട്രക്ചർ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊരു പ്രോഗ്രാം ഇഗ്നോയ്ക്കകത്ത് അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അഡ്മിഷൻ ഫീസിന് പുറമെ ആയിട്ട് നമ്മളൊരു പ്രോസസ്സിങ് ചാർജ് എന്ന് പറഞ്ഞിട്ട് 300 രൂപയും അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ചാർജസ് എന്ന് പറഞ്ഞിട്ട് ഒരു 200 രൂപയും അവർ പിടിക്കുന്നുണ്ട്. അതായത് മൊത്തത്തിൽ 500 രൂപ നമ്മൾ എക്സ്ട്രാ കൊടുക്കണം. ഓക്കെ, അപ്പോൾ അഡ്മിഷൻ ഫീസ് നമുക്ക് ഏതൊക്കെയാണെന്ന് ഇവിടെ വ്യക്തമായിട്ട് അവർ പറയും. അതായത് ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ 4700 പെർ ഇയർ ആണ് വരുന്നത്. അപ്പോൾ 3 വർഷമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ 3 വർഷത്തിന് ഒരുമിച്ച് അടയ്ക്കേണ്ട കാര്യമില്ല. അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇയറിൻ്റെ എമൗണ്ട് നമ്മൾ പേ ചെയ്യണം. അതായത് 4700 പേ ചെയ്യണം. ഇതിൻ്റെ പുറമെ ആയിട്ട് 300 രൂപ രജിസ്ട്രേഷൻ ഫീസ് അല്ലെങ്കിൽ പ്രോസസ്സിംഗ് ചാർജ് ഉണ്ട്, അത് കൊടുക്കണം. പ്ലസ് അവരുടെ ഡെവലപ്മെൻറ്റ് ചാർജസ് 200 അടക്കം നമ്മൾ എത്ര പേ ചെയ്യണം? 5200 രൂപ ഇഗ്നോയ്ക്ക് പേ ചെയ്യണം കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ ഫീസ് സ്ട്രക്ചർ വരുന്നത്. ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പ്രോഗ്രാമാണ് എടുക്കാൻ താല്പര്യമെങ്കിൽ അതിൻ്റെ പ്രോഗ്രാം എടുത്ത് നോക്കാം. ഇപ്പോൾ BCom വരുന്നുണ്ട്. ഈ ഒരു BCom എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളും ഇവിടുന്ന് കാണാൻ പറ്റും. ഇനിയല്ല നമുക്ക് PG പ്രോഗ്രാമൊക്കെയാണ് ആഗ്രഹമെങ്കിൽ ഇവിടെ MCom വരുന്നുണ്ട്. അതിൻ്റെ ഫീസ് സ്ട്രക്ചർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 18,600 രൂപയാണ് ഫുൾ പ്രോഗ്രാമിന് വരുന്നത്. നമുക്കത് ഇയർ ആയിട്ട് പേ ചെയ്യാൻ പറ്റും. 9300 പെർ ഇയർ വെച്ചിട്ട് നമുക്ക് അടയ്ക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ 9300 പ്ലസ് പ്രോസസ്സിംഗ് ചാർജ് 300, ഡെവലപ്മെൻറ്റ് ചാർജസ് 200 രൂപ അടക്കം നമ്മൾ 9,800 റുപ്പീസ് അടയ്ക്കേണ്ടി വരും. ഓക്കെ, ഇത് എക്സാക്റ്റ് കണക്കൊന്നും അല്ല കേട്ടോ. ചിലപ്പോൾ നമ്മുടെ ഈ സൈറ്റിന് അതിവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് കറക്റ്റ് എമൗണ്ട് എത്രയെന്ന് അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ MCom ഒക്കെ ODL പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് അവർക്കൊക്കെ 10,000 ആണ് അടയ്ക്കാൻ വന്നിട്ടുള്ളത്. നോർമലി ODL പ്രോഗ്രാമിൻ്റെ അതേ ഫീസ് സ്ട്രക്ചർ തന്നെയാണ് ഓൺലൈൻ പ്രോഗ്രാമിനും വരാറ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോർമലി ഒരു ആവറേജ് കണക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? സൈറ്റിൽ വന്നിട്ട് പ്രോഗ്രാം ഇൻഫോർമേഷൻ എടുത്തിട്ട് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. അതുപോലെ ഇവരൊരു പ്രോസ്പെക്ടസ് റിലീസാക്കിയിട്ടുണ്ട്. അത് നമുക്ക് അഡ്മിഷൻ തുടങ്ങിയപ്പോൾ ഉള്ള പ്രോസ്പെക്ടസ് ആണ്. അതിനകത്ത് ഫീസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിനിടയിൽ കുറച്ച് പ്രോഗ്രാം റിവൈസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള പ്രോസ്പെക്ടസ് അവർ ഇതുവരെയായിട്ടും റിലീസ് ആക്കിയിട്ടില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ എന്തായാലും നിങ്ങളിവിടെ സൈറ്റിനകത്ത് വന്നിട്ട് നിങ്ങൾ അഡ്മിഷൻ പ്രോസസ്സൊക്കെ ചെയ്ത് ലാസ്റ്റ് സ്റ്റെപ്പ് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കറക്റ്റ് എമൗണ്ട് കാണിക്കൂ കേട്ടോ. ഏകദേശം ഈ ഒരു റേഞ്ചൊക്കെ തന്നെ ആയിരിക്കും നമുക്ക് ഫീസ് വരുന്നത്. അപ്പോൾ ഓൺലൈൻ പ്രോഗ്രാമിനകത്ത് നമുക്ക് ബാച്ചിലർ, സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ, മാസ്റ്റർ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ എന്നിങ്ങനെ പറഞ്ഞിട്ട് 5 കാറ്റഗറിയുള്ള പ്രോഗ്രാംസ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ബാച്ചിലർ പ്രോഗ്രാമിൽ ഏതൊക്കെയാണ് ഓൺലൈൻ പ്രോഗ്രാംസ് എന്ന് കൊടുക്കുന്നത് നോക്കാം. അപ്പോൾ ബാച്ചിലർ പ്രോഗ്രാം എടുത്തു. മോഡ് ഓഫ് സ്റ്റഡി എന്താണ്? ഓൺലൈനാണ്.
അപ്പോൾ നമ്മൾ പ്രോഗ്രാം എടുത്ത് നോക്കുന്ന സമയത്ത് 3 പ്രോഗ്രാം മാത്രമാണ് ഇവിടെ കാണുന്നുള്ളൂ. അഡ്മിഷൻ പോർട്ടലിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ടൂറിസം സ്റ്റഡീസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ ലൈബ്രറി ആൻഡ് ഇൻഫോർമേഷൻ സയൻസ്, ഈ 3 പ്രോഗ്രാം മാത്രമേ കാണുന്നുള്ളൂ. നമ്മൾ നേരത്തെ പ്രോഗ്രാം ഇൻഫോർമേഷനിൽ പോയപ്പോൾ BCom കണ്ടിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ നമ്മൾ BSW ജനറലും കണ്ടിട്ടുണ്ടായിരുന്നു. ആ 2 പ്രോഗ്രാം ഇവിടെ അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, സൈറ്റിനകത്ത് ഇപ്പോഴും കുറേ കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിട്ടില്ല. അപ്പോൾ ഫീസിൽ ചിലപ്പോൾ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും ഏതൊക്കെ പ്രോഗ്രാമാണ് കാര്യങ്ങളാണ് വരുന്നതെന്നൊക്കെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഡമ്മി പോലെ ഇവിടെ അഡ്മിഷൻ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ഇതൊക്കെ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നിലവിൽ നമുക്ക് ഓൺലൈൻ പ്രോഗ്രാമിലെ സൈറ്റിൽ ഈ 3 UG പ്രോഗ്രാമാണുള്ളത്. ടൂറിസം സ്റ്റഡീസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, പിന്നെ ലൈബ്രറി ആൻഡ് ഇൻഫോർമേഷൻ സയൻസ് വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഈ ഒരു പ്രോഗ്രാമിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോഗ്രാം ഇൻഫോർമേഷനിൽ പോവുക, എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുക, എത്രയാണ് ഡ്യൂറേഷൻ നോക്കുക, ഫീസ് എത്രയാണ് നോക്കുക. എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, അഡ്മിഷൻ പ്രോസസ്സ് നോക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മാസ്റ്റർ പ്രോഗ്രാം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം ഏതൊക്കെയാണ് ഇതിനകത്ത് വരുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ മാസ്റ്റർ ഓഫ് ആർട്സ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവമുണ്ട്. പിന്നെ ഉള്ളത് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ, റൂറൽ ഡെവലപ്മെൻറ്റ്, സസ്റ്റൈനബിലിറ്റി സയൻസ്, ട്രാൻസ്ലേഷൻ സ്റ്റഡീസ്, മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. അതായത് നമ്മൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എടുക്കുന്ന സമയത്ത് ഒരുപാട് സ്പെഷ്യലൈസേഷനുള്ള MBA ഉണ്ടായിരുന്നു. ഇവിടെയാണെന്നുണ്ടെങ്കിൽ സ്പെഷ്യലൈസേഷൻ ഒന്നുമില്ല, MBA ഓൺലൈൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പ്രോഗ്രാം മാത്രമാണ് അവൈലബിൾ ഉള്ളൂ. പിന്നെ മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, പിന്നെ MCom ഉണ്ട്, MA ഇംഗ്ലീഷ്, ഗാന്ധി ആൻഡ് പീസ് സ്റ്റഡീസ്, അതൊക്കെ MA പ്രോഗ്രാമാണ്. പിന്നെ MA പ്രോഗ്രാമിൽ ഹിന്ദി വരുന്നുണ്ട്, സാൻസ്ക്രിറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും പ്രോഗ്രാംസ് മാത്രമാണ് PG പ്രോഗ്രാമിൽ ഓൺലൈൻ പ്രോഗ്രാമിൽ കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതിനകത്ത് ജസ്റ്റ് ഒന്ന് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം നോക്കി നോക്കുക. സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മാസം കൊണ്ട് തീർക്കാവുന്ന ഷോർട്ട് ടേം ഡ്യൂറേഷൻ പ്രോഗ്രാംസ് ആണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ജൂൺ എക്സാം എഴുതി കഴിഞ്ഞാൽ പ്രോഗ്രാം കംപ്ലീറ്റ് ആയി. അപ്പോൾ അത് എന്തൊക്കെ പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചധികം പ്രോഗ്രാംസ് തന്നെ വരുന്നുണ്ട്. അറബിക് ലാംഗ്വേജ്, ഫ്രഞ്ച് ലാംഗ്വേജ്, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, ഇൻഫോർമേഷൻ ടെക്നോളജി, ലൈബ്രറി ഇൻഫോർമേഷൻ സയൻസ്, പീസ് ആൻഡ് സ്റ്റഡീസ് ആൻഡ് കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ്, റൂറൽ ഡെവലപ്മെൻറ്റ്, റഷ്യൻ ലാംഗ്വേജ്, സ്പാനിഷ് ലാംഗ്വേജ്, പിന്നെ ഉറുദു ലാംഗ്വേജ്, ടൂറിസം സ്റ്റഡീസ്, ട്രൈബൽ സ്റ്റഡീസ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിപ്ലോമ പ്രോഗ്രാം വരുന്നുണ്ട്. അത് നോക്കുമ്പോൾ അതിനകത്ത് കുറച്ച് പ്രോഗ്രാംസേ ഉള്ളൂ കേട്ടോ. ക്രിയേറ്റീവ് റൈറ്റിംഗ്, ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത്, ടൂറിസം സ്റ്റഡീസ്, ഉറുദു ലാംഗ്വേജ്. ഇനി വേറൊന്നും കൂടി ഉണ്ടല്ലോ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ. അതുകൂടി നോക്കുകയാണെങ്കിൽ അതിലും വളരെ കുറച്ച് പ്രോഗ്രാം തന്നെ ഉള്ളൂ കേട്ടോ. ഇത്ര എണ്ണമാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോഗ്രാം ഇൻഫോർമേഷനിൽ വരിക, നിങ്ങൾക്ക് താല്പര്യമുള്ള പ്രോഗ്രാം നോക്കുക, അതിൻ്റെ എലിജിബിലിറ്റിയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഓക്കെ ആണ്, എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, ന്യൂ രജിസ്ട്രേഷൻ കൊടുത്തിട്ട് അഡ്മിഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫുൾ പ്രോഗ്രാമിനെ പറ്റി ഒരു ധാരണ ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക, അറിയാതെ ഒന്നും വന്നിട്ട് എടുക്കരുത് കേട്ടോ. ഓൺലൈൻ പ്രോഗ്രാം എന്താണ് ഇങ്ങനെയാണെന്നൊക്കെ ഓൾറെഡി നമ്മൾ വീഡിയോ ഇട്ടതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ഈ പറഞ്ഞേക്കുന്ന ഓൺലൈൻ പ്രോഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം.